അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തിരുന്ന മിസ്തഹുണ്ടല്ലോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറയുന്നത് ഒന്നാമത്തെ ആളായിരുന്നു എന്നറിഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിചാരണയാണ് എന്നുള്ള ഒരു ആരോപണം നടന്നപ്പോ അതിന്റെ ഏറ്റവും അധികം പറഞ്ഞത് മിസ്തഹാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ ചിന്തിച്ചത്? അല്ലാഹ് എന്റേന്ന് മാസം മാസം പൈസ വാങ്ങി ഞാൻ കൊടുക്കുന്നതുകൊണ്ട് ജീവൻ നയിക്കുന്നവൻ എന്റെ മുളക്കൊരു അപവാദം പോലെ അടുത്ത മാസം പോലെ അവരിങ്ങ് വരട്ടെ, ഞാൻ വെച്ചിരിക്കാം, കൊടുക്കൂ എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ഉടനെ ഒരു സഹാബി ഓടി വന്നുകൊണ്ട് പറയുന്നു, യാ അബൂബക്കർ സിദ്ദീഖ്, അല്ലയോ അബൂബക്കറേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ട് എന്ന് ചെല്ലാൻ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞുപോയി. എന്തിനാണ് ഈ സമയത്ത് തന്നെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കറേ, നീ മിസ്തവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചോ? അബൂബക്കറേ, കണ്ണീരൊഴുക്കി വിട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പ് വന്നിട്ട് പറയുന്നു, നബിയേ, അത് ഞാനും മിസ്തഹുമല്ലാതെ ലോകത്താരും അറിഞ്ഞിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറേ, നിർത്തിക്കളയില്ലേ, മിസ്തഹ് പാവപ്പെട്ടവനാണ്, സാധുവാണ്, രോഗിയാണ്, അവരെ ജോലി ചെയ്യാനുള്ള കഴിവും കൽപ്പമില്ലാത്തവനാണ്. അതുകൊണ്ട് നീ എടുക്കുന്ന സുഖതയുണ്ടല്ലോ, അത് മിസ്തഹിന് വല്ലാത്ത ആശ്വാസമാണ്. അതുകൊണ്ട് അബൂബക്കറേ, അല്ലാഹു എന്റെ സ്വർഗ്ഗലോകത്ത് നിനക്ക് ഒരുപാട് പ്രതിഫലം വാരിക്കോരി വെച്ചിരിക്കുമ്പോ നിന്റെ മോളെ കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ട് ആ സഹായം നീ നിർത്തല്ലേ. റസൂലുള്ളാഹിയുടെ കരം കവർന്നുകൊണ്ട് മദീനത്തെ മണവാളന്റെ തൊട്ടുതാഴെ കിടക്കുന്ന മദീനയുടെ രാജകുമാരന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ എത്രയാണോ എന്റെ മിസ്തഹിന് കൊടുത്തുകൊണ്ടിരുന്നത് അതിന്റെ രണ്ടിരട്ടിനാ കൊടുക്കാൻ നബിയേ, ഞാൻ പട്ടിണിയാണെങ്കിലും കൊടുക്കും നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്നിറങ്ങിപ്പോയെങ്കിൽ നമ്മൾ തീരുമാനിക്കുക, പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് വേണേ. റസൂലുള്ളാഹിയുടെ പള്ളിക്കകത്ത് വന്ന് ഒരു പാവപ്പെട്ടവർ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞ, നബിയേ, യാത്ര ചെയ്തു വന്നവനാണ്, മുസാഫിറാണ്, അതുകൊണ്ട് വിശക്കുന്ന റസൂലേ, ഏതെങ്കിലും ഒരു സഹാബിയുടെ വീട്ടിലേക്ക് എന്നെ ഒന്ന് പറഞ്ഞു വിടണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നു, സഹാബത്തേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സദ്യ ആർക്കാ വേണ്ടത്? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സദ്യ ആർക്കാ വേണ്ടത്? അവരൊരു കാര്യം ചെയ്യണം, ആ ഒരു അൻസാരിയായ സഹാബി ബാക്കിയുള്ളവരെല്ലാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെ സദ്യ എന്ന് കേട്ടപ്പോ ചാടി എഴുന്നേറ്റ്